ഹായ്. ഒരു വെബ്സൈറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പുതിയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനീഷ്യലി ഇരിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഏത് വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അതൊരു പ്ലാൻ വേണം. എങ്ങനെയാണ് ആ വെബ്സൈറ്റ് വരാൻ പോകുന്നത്, അതിൽ എത്ര ബ്ലോക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ രംഗ വെബ്സൈറ്റിൻ്റെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ 3 സെക്ഷൻസാണുള്ളത്. ഫസ്റ്റ് ഒരു ഹീറോ സെഷൻ, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് വെൽക്കം പാർട്ട് പോലെ. പിന്നെ അതിൽ അവരെങ്ങനെ ക്വാളിറ്റീസ് പറയുന്നൊരു ലിസ്റ്റിംഗ് പാർട്ട് പോലത്തെ ഒരു സെഷൻ. പിന്നെ ടീം മെമ്പേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന അടുത്തൊരു സെഷൻ. അപ്പോൾ ഇത്രയും സെക്ഷൻസാണ് ഈ വെബ്സൈറ്റിലുള്ളത്. അപ്പോൾ ഏത് വെബ്സൈറ്റും നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഏത് വെബ്സൈറ്റ് ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ ഫിഗ്മ ഡിസൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടാവും. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഓൾറെഡി അതിലൊരു പ്ലാൻ ഉണ്ടല്ലോ, അതിൽ എങ്ങനെ വരണം എന്നുള്ള പ്ലാൻ ഒബ്വിയസ്ലി ആ ഒരു ഡിസൈനിലുണ്ടാവും. ചില സമയങ്ങളിൽ നിങ്ങൾ വർക്കിലായാലും അല്ലെങ്കിൽ പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഫ്രീലാൻസ് വർക്ക് ചെയ്യണം, ഒരു ക്ലയൻറ്റ് ഒരാൾ നിങ്ങളോട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പ്ലാൻ ഒരു ബെയർ പ്ലാന് വെബ്സൈറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. അതിൽ വരുന്ന ഇനീഷ്യൽ സാധനമാണ് ഇതിൻ്റെ ഒരു വയർ ഫ്രെയിം പോലെ ജസ്റ്റ് ഒരു കളിക്കൂടെ ജസ്റ്റ് കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് മാത്രം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ, വെബ്സൈറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. അത് നിങ്ങളെ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാനൊക്കെ ഭൂരിഭാഗം സമയങ്ങളിലും അത് ജസ്റ്റ് ഒരു നോട്ട്ബുക്കിലാണ് വരയ്ക്കാറ്. അതല്ലെങ്കിൽ അതിനൊരു ടൂളുണ്ട് എക്സ്കാലിഡ്രോ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഞാൻ ഇപ്പോൾ കാണിച്ച രംഗൻ്റെ വെബ്സൈറ്റിൻ്റെ എക്സ്കാലിഡ്രോൻ്റെ ഒരു എങ്ങനെയായിരിക്കും ആ ഒരു ഇലിസ്ട്രേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ജസ്റ്റ് ആ ഒരു എത്ര സെക്ഷൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡിയ കിട്ടി എങ്ങനെയായിരിക്കും ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യൽ ഒരു പ്ലാൻ നമ്മളെ കയ്യിലായി. ഇനി വേണ്ടത് ഈ പ്ലാനിനെ ബേസ് ചെയ്ത് ഓരോരോ പാർട്ടിലും എന്തായിരിക്കും ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഈ ഒരു വയർ ഫ്രെയിം അല്ലെങ്കിൽ ഈ ബ്ലോക്ക് സ്ട്രക്ചർ കിട്ടിയാലും പിന്നീട് ഡൗട്ടായിരിക്കും എങ്ങനെ ക്വാളിറ്റീസിൻ്റെ പോർഷൻസ് എങ്ങനെ ലിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മെമ്പേഴ്സിനെ എങ്ങനെ ലിസ്റ്റ് ചെയ്യും, അതിന് എന്തൊക്കെ അസറ്റ്സ് വേണ്ടി, അങ്ങനെ കുറേ ഒരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വെബ്സൈറ്റ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനീഷ്യൽ തന്നെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വേറെ എന്തെങ്കിലും വെബ് പേജിൽ നിങ്ങൾ നോക്കിയിട്ട് ഇൻസ്പിറേഷൻസ് എടുക്കാം. ജസ്റ്റ് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് ഇൻസ്പിറേഷൻസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടീം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടീം ലിസ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അപ്പോൾ കുറച്ച് ഡിസൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ ലൈക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഈ ഡിസൈൻ അങ്ങനെ കുറച്ച് ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ യൂസ് കേസിന് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ആ ഡിസൈൻസ് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ടീം ലിസ്റ്റിൻ്റെ ഡിസൈനിൽ കുറച്ച് ഭാഗം ഇഷ്ടപ്പെട്ടു. ഫോർ എക്സാമ്പിൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതിനുള്ളിൽ ഇമേജ് വെച്ചിരിക്കുന്ന രീതിയോ ടെക്സ്റ്റ് വെച്ചിരിക്കുന്ന രീതിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾ ലൈക്ക് എടുക്കണ്ട. ജസ്റ്റ് ഇതിൽ നിന്ന് ആ ഒരു ബ്ലോക്കിൻ്റെ പാർട്ട് എടുത്തു. വേറൊരു ഇമേജ് കണ്ടപ്പോൾ അതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു ലിസ്റ്റിൻ്റെ ഇമേജ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ കളറോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ ആ ടൈറ്റിൽ കൊടുത്ത രീതിയോ പ്രൊഫൈൽ കൊടുത്ത രീതിയോ ഇഷ്ടപ്പെടുന്ന അതിന് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൻ്റെ ആ കാർഡ് ബിൽഡ് ചെയ്യാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് കേസിലോട്ട് വരികയാണ്. നമ്മളെ ക്വാളിറ്റീസിൻ്റെ പോർഷനിൽ സർവീസ് ലിസ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെയിം ആ ഒരു സർവീസ് ലിസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഇൻസ്പിറേഷൻസ് ഗൂഗിളിൽ തന്നെ കിട്ടും. ഇപ്പോൾ സർവീസ് ആണെങ്കിൽ ആ ക്വാളിറ്റീസ് നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ലിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇപ്പോൾ സർവീസ് ലിസ്റ്റിന് മേജറായിട്ടും ഈ ഡിസൈൻസ് ഉണ്ടാകുന്ന ഒരു വെബ്സൈറ്റാണ് ട്രിബിൾ അല്ലെങ്കിൽ പിൻട്രസ്റ്റ്. ഇവിടെയൊക്കെ ഡിസൈൻസ് പൊതുവെ ഉണ്ടാവാറ്. അപ്പോൾ നിങ്ങൾ സെർച്ച് റിസൾട്ട് വരുന്ന സമയത്ത് ഇങ്ങനത്തെ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ടീം ലിസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇത് ഗൂഗിൾ സെർച്ച് ചെയ്തതാണ്, പ്യൂർ ഗൂഗിൾ സെർച്ച്. അപ്പോൾ ഇതിലെടുത്തിട്ടുണ്ടെങ്കിൽ മുകളിൽ ഗൂഗിൾ ഫിഗർ ഔട്ട് ചെയ്ത് കൊടുക്കുന്ന ലൈക്ക് ഗൂഗിൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഇമേജസ് തന്നെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ക്യാൻവയിൽ നിന്നുള്ള ഇമേജ് വരും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കാർഡായിട്ടും കൊടുക്കാം. സോ നിങ്ങളെ സൈഡിൽ നിന്ന് ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളൊരു ഡിഫറെൻറ്റ് വെബ്സൈറ്റ് പ്ലാൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിസൈൻ ഇൻസ്പിറേഷൻസ് ഇങ്ങനെ ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് നിന്ന് എടുത്ത് വെക്കുക. അതല്ല ഇനിയിപ്പോൾ ഈ വെബ്സൈറ്റ് ഞാൻ ചെയ്യുന്ന ഈ സെയിം വെബ്സൈറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തന്നെ ഇതിൻ്റെ ഡിസൈൻസ് ഇപ്പോൾ ഞാൻ ചെയ്ത ഈ സർവീസസിൻ്റെ ടീം ലിസ്റ്റിൻ്റെയൊക്കെ ഡിസൈൻ ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. ഇതിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിനൊക്കെ ഒരു ഡിഫറെൻറ്റ് ഡിസൈൻസ് നിങ്ങൾ മനസ്സിൽ കണ്ടുവെക്കുക. നെക്സ്റ്റ് വീഡിയോ മുതൽ അതിങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേയിൽ എങ്ങനെയാണ് വെബ്സൈറ്റിൻ്റെ എല്ലാ പാർട്ടും ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. That's it. Thanks.